സംഘപരിവാറിനുള്ളിൽ നിന്ന് തന്നെയാണ്. അത് RSS വേഴ്സസ് മോഡി എന്നുള്ളത് തന്നെയാണ്. ഈ പറയുന്ന JP നഡ്ഡ പറഞ്ഞ വളരെ ശരിയാന്നേ. ഇപ്പോൾ RSSൻ്റെ ആവശ്യമില്ല. 2004-ൽ BJPയെ സംബന്ധിച്ചിടത്തോളം RSS അനിവാര്യമായിരുന്നു. RSS എന്ന് പറയുന്ന സംഘടനയാണ് യഥാർത്ഥത്തിൽ BJPയുടെ ഗ്രൗണ്ട് വർക്ക് നടത്തിക്കൊണ്ടിരുന്നത് തെരഞ്ഞെടുപ്പിൽ. 2014 ഞാൻ നിശ്ചയമായും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. അത് അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും നേട്ടമാണ്. BJP അവർ ഒരു ഓർഗനൈസേഷൻ എന്ന നിലയ്ക്ക് സ്വയം പര്യാപ്തമാക്കിയിട്ടുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ JP നഡ്ഡ പറഞ്ഞത്. ഞങ്ങൾക്ക് RSSൻ്റെ ആവശ്യമില്ല, ഞങ്ങൾ സ്വയം അങ്ങ് പ്രവർത്തിച്ച് കളയുമെന്നുള്ളത്. പക്ഷേ പ്രശ്നം എന്താണെന്നറിയാമോ? വലിയ രീതിയിൽ പണം മുടക്കി IT സെല്ലുകൾ ഉണ്ടാക്കി, വലിയ രീതിയിൽ ഡിഫെക്ഷൻസ് ഉണ്ടാക്കി. ഈ ഡിഫെക്ഷൻ ഒന്നും തന്നെ RSS അനുകൂലമല്ല കേട്ടോ. RSSനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഐഡിയോളജി പഠിച്ച് അവരുടെ ഐഡിയോളജിയിൽ വിശ്വസിച്ച് വരുന്ന ആളുകളെ RSS അംഗീകരിക്കുകയുള്ളൂ. അല്ലാതെ മറ്റു പാർട്ടികളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പ്രലോഭനങ്ങളിൽ പെടുത്തി അല്ലെങ്കിൽ കേസിൽ കുടുക്കി ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന് നമ്പർ ഉണ്ടാക്കുന്ന വിദ്യയെ RSS അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ RSS വലിയ രീതിയിൽ മോദിക്കെതിരാണ്. ആ അർത്ഥത്തിൽ RSS എന്ന് പറയുന്നൊരു സംഘടനയ്ക്ക് യാതൊരു താല്പര്യവും മോദിയോടില്ല, അമിത്ഷായോടില്ല. മാത്രമല്ല, മോദി ഇന്നിപ്പോൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്നേ, മോദി പ്രസംഗിച്ചിരിക്കുന്നത് ഇന്നെന്താണെന്ന് അറിയോ? പ്രസംഗിച്ചത് ദൈവത്തിൻ്റെ പുത്രനാണ്, ദൈവത്തിൻ്റെ അവതാരമാണെന്നാണ് പ്രസംഗിച്ചിരിക്കുന്നത്. ആലോചിച്ച് നോക്കൂ, ഏതെങ്കിലും ഒരു വോട്ടർ അംഗീകരിക്കുമോ അങ്ങനെ ഒരു പ്രസംഗത്തെ? ഞാൻ ദൈവത്തിൻ്റെ അവതാരമാണെന്ന് പറഞ്ഞിട്ടാണ് വോട്ട് ചോദിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഗംഗയുടെ പുത്രനാണെന്ന് പറഞ്ഞിട്ട് വോട്ട് ചോദിച്ചിരുന്നു. മോദിയുടെ ഗ്യാരണ്ടിക്ക് വേണ്ടി വോട്ട് ചോദിക്കുന്നു, മോദിയുടെ പരിവാറിന് വേണ്ടി വോട്ട് ചോദിക്കുന്നു. ഇന്ന് വരെ സംഘപരിവാറിൻ്റെ ചരിത്രത്തിൽ അങ്ങനെ ഒരു ഏക നേതാവായിട്ട് ഒരാളെയും അവർ അംഗീകരിച്ചിട്ടില്ല. 2004-ൽ നോക്കൂ, നിരന്ന് നിന്ന നേതൃനിരയാണ് വാജ്പേയി, അദ്വാനി, ഉമാഭാരതി, കല്യാൺ സിംഗ്, കൽരാജ് മിശ്ര, രാജ്നാഥ് സിംഗ്, ഭൈരോൺ സിംഗ് ഷെഖാവത്ത്, ജസ്വന്ത് സിംഗ്, വസുന്ധര രാജ സിന്ധ്യ, രാജമാധവ വിജയരാജ സിന്ധ്യ, ഇങ്ങനെ എണ്ണം യെദ്യൂരപ്പ, ശിവരാജ് സിംഗ് ചൗഹാൻ, ഗോവിന്ദാചാര്യ, ഇങ്ങനെ എണ്ണം പറഞ്ഞ വലിയൊരു നേതൃനിരയാണ് BJP 2004-ൽ കാഴ്ചവെച്ചത്. പ്രമോദ് മഹാജൻ, ഓഫ് കോഴ്സ്, ഗോപിനാഥ് മുണ്ടെ, അങ്ങനെ എത്ര പേര്. പക്ഷേ ഇപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദി, കുറച്ച് കഴിഞ്ഞാൽ അമിത്ഷാ, JP നഡ്ഡ വെറുതെ അവിടെ ഇരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആ അർത്ഥത്തിൽ സംഘപരിവാറിനുള്ളിൽ അതിശക്തമായ എതിർപ്പ് ഈ പറയുന്ന മോദി ഷാ നേതൃത്വത്തോടുണ്ട്. ഇക്കുറി വേണ്ട എന്നൊരാലോചന പോലും സംഘപരിവാറിൽ ശക്തമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ 4 ഘടകങ്ങൾ മോദിക്കെതിരായി BJPക്കെതിരായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായും സിമ്പിൾ മെജോറിറ്റി കിട്ടില്ല BJPക്ക് ഒറ്റയ്ക്ക് എന്ന് മാത്രവുമല്ല, സഖ്യകക്ഷികൾ വലിയ അപകടമുണ്ടാക്കി. മഹാരാഷ്ട്രയിൽ ശിവസേന ഗുണം ചെയ്തിട്ടില്ല ഒരു കാരണവശാലും. ഷിൻഡെ പക്ഷം, അതേപോലെ തന്നെ അജിത് പവാറിൻ്റെ നേതൃത്വത്തിലുള്ള NCP ഗുണം ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ ബീഹാറിൽ നിതീഷ് കുമാറിൻ്റെ സഖ്യം ഗുണം ചെയ്തിട്ടില്ല. ശിരോമണി അകാലിദൾ പഞ്ചാബിലില്ല. ഒഡീഷയിൽ നേരത്തെ ഉണ്ടായിരുന്ന സഖ്യകക്ഷിക്കെതിരായിട്ടാണ് ഇപ്പോൾ പോയി മോഡി പ്രചാരണം നടത്തിയത് ബിജു ജനതാദളിനെതിരായിട്ട്. ഈ അർത്ഥത്തിലൊക്കെ യാതൊരു വിധത്തിലും ഒരു സാധ്യതയും ഈ തെരഞ്ഞെടുപ്പിൽ BJPക്കില്ല. Meet the editors.